ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇനേർഷ്യ ടെൻസറിനെ കുറിച്ചായിരുന്നു കണ്ടത്. ഇനേർഷ്യ ടെൻസർ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇന്ന് നമുക്ക് ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചും കൂടുതലും ഇനേർഷ്യ ടെൻസേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Find the inertia tensor of a uniform solid cube of side length A and mass m about its center of mass. Okay, which with axis aligned along the edges of the cube. Okay, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനേർഷ്യ ടെൻസർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഓക്കെ, ഇനേർഷ്യ ടെൻസർ ഐ. കുറച്ച് ബോൾഡായിട്ടാണ് ഇനേർഷ്യ ടെൻസേഴ്സ് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ടെൻസർ ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ? ഒരു സോളിഡ് ക്യൂബിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ സോളിഡ് ക്യൂബിൻ്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എ ആണെന്ന് തന്നിട്ടുണ്ട്, മാസ് എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് ആക്സസ് അലൈൻഡ് അലോങ് ദ എഡ്ജസ് ഓഫ് ദി ക്യൂബ്. ഓക്കെ, എനിവേ ഇപ്പം ഓരോ ക്വസ്റ്റ്യനും വളരെ ശ്രദ്ധയോടെ ചെയ്യണം കേട്ടോ. ഇത് നോക്കിയാൽ മക്കളെ, യൂണിഫോം സോളിഡ് ക്യൂബ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓക്കെ, മിസ് ഒരു പുതിയ ഫ്രഷ് പേജ് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യം ഏതായാലും എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനേർഷ്യ ടെൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് യാതൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഏതായാലും ഐ എന്ന് പറയുന്ന ഇക്വേഷൻ എനിക്കറിയാം. ഐ എക്സ് എക്സ്, ഇത് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ഐ എക്സ് വൈ ഐ എക്സ് സെഡ്. ആദ്യം ആ ക്ലാസ് കേൾക്കണം കേട്ടോ. വൈ എക്സ് ഐ വൈ വൈ ഐ വൈ സെഡ്, ഐ ഇസഡ് എക്സ് ഐ ഇസഡ് വൈ ഐ ഇസഡ് സെഡ്. ഇതിനെയാണ് നമ്മുടെ ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സോളിഡ് ക്യൂബിൻ്റെ, യൂണിഫോം സോളിഡ് ക്യൂബിൻ്റെ ഈ ആൾക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോളിഡ് ക്യൂബിൻ്റെയാണ്. അപ്പോൾ സോളിഡ് ക്യൂബ് എന്നൊക്കെ പറയുന്നത്, ക്യൂബ് എന്ന് പറയുന്ന ഒരു സിമെട്രിക് ആണല്ലോ. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? സിമെട്രിക് ആയിട്ടുള്ള ഒരാളാണ് ഈ ക്യൂബ്, സ്ക്വയർ എന്നൊക്കെ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലത്തെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്നലെ മിസ്സ് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഈ ഡയഗണലി വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെയാണ് തരുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവ് ഉണ്ട് ബാക്കി എല്ലാ ടേംസിനും. ആ ടേംസ് എല്ലാം പ്രോഡക്റ്റ് ഓഫ് ഇനേർഷ്യനെയാണ് തരുന്നത്. ഇന്നലെ മിസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, സിമെട്രിക് ആയിട്ടുള്ള ബോഡീസിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 0 ആണ്. അതിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ മാത്രമേ ഉള്ളൂ. അതായത് ഡയഗണൽ ആക്സസിലുള്ള സംഭവങ്ങൾക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. ബാക്കി പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യകളെല്ലാം 0 ആണ്. അപ്പോൾ സിമെട്രിക് ആയിട്ടുള്ളൊരു ഒരു ബോഡിയുടെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇനി സോളിഡ് ക്യൂബിൻ്റെ എബൌട്ട് ദ സെൻറ്ററിൽ സോളിഡ് ക്യൂബിൻ്റെ ഇനേർഷ്യ ടെൻസർ എന്ന് പറയുമ്പോൾ അവിടേക്ക് പ്രത്യേകത എന്താണ്? അവരുടെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യാസ് ഒക്കെ 0 ആയിരിക്കും. ഓക്കെ, അപ്പം സിമെട്രിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമെട്രിക് ബോഡീസിൻ്റെ ഒക്കെ നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. അസിമെട്രിക് കേസ് വരുമ്പോഴാണ് പ്രയാസം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷനൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അസിമെട്രിക് ആയിട്ടുള്ള റിജിഡ് ബോഡിയുടെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ 0 ആവത്തില്ല. അതിന് ഓരോരോ വാല്യൂസ് കാണും. അപ്പോൾ ആ വാല്യൂസൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. എനിവേസ്, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ റിജിഡ് ബോഡി ആയതുകൊണ്ട് തന്നെ പ്രത്യേകത? സിമെട്രിക് ബോഡി ആയതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എല്ലാം 0 ആയി. അപ്പോൾ മിസ് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിക്കോട്ടെ. വിച്ച് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ്, ബാക്കി രണ്ട് ടേംസ് 0 ഐ വൈ വൈ ഉണ്ട്, 0 0 0 ഐ ഇസഡ് ഇസഡും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ടേംസിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ എക്സ് എക്സ്, ഇത് നമുക്ക് ഓൾറെഡി അറിയാം ഐ എക്സ് എക്സ് എന്താണെന്ന്. അതായത് ഒരു സോളിഡ് ക്യൂബിൻ്റെ നമുക്കറിയാം അതിൻ്റെ സെൻറ്ററിൽ കൂടെ ലൈൻ കട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു I1 റൊട്ടേഷൻ, ഇവിടെ I2 റൊട്ടേഷൻ, ഇവിടെ
അല്ലേ? ഇതിന് എന്താണ്, ഇതാണ് I1 റൊട്ടേഷൻ, ഇത് I2 റൊട്ടേഷൻ, പിന്നെ താഴെയായിട്ട് നമുക്ക് I3 റൊട്ടേഷൻ. അത് നമ്മൾക്ക് അല്ലെങ്കിൽ പുറകിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു സോളിഡ് ക്യൂബിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻറ്റർ. ഒരു സെൻറ്ററിൽ നിന്നുള്ള പോയിന്റിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലേ? ഇതൊരു റിജിഡ് ബോഡിയാണ്, സിമെട്രിക് ആയിട്ടുള്ള ബോഡിയാണ്. അതിൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ദാറ്റ് ഈസ് എം എന്തായിരുന്നു, A²/6. ഇത് കാണണമെങ്കിൽ പാർട്ട് 1 ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് റിജിഡ് ബോഡി കൺസിഡർ ചെയ്യണം കേട്ടോ. പാർട്ട് 1 അല്ല, എത്രാമത്തെ പാർട്ടാണെന്ന് മിസ്സിന് ഓർമ്മയില്ല, നിങ്ങൾ നോക്കണം കേട്ടോ. റിജിഡ് ബോഡി ഡൈനമിക്സിൻ്റെ ആദ്യത്തെ പാർട്ടാണ് കേട്ടോ. ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പാർട്ട് 1 അല്ല, റിജിഡ് ബോഡി പാർട്ട് 1 ഉള്ളത്. ഓക്കെ, ഇതാണ് നമുക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഡയഗണൽ എല്ലാം തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ I എന്ന് പറയുന്നത് MA²/6, 0 0 0 MA²/6, 0 0 0 MA²/6. ഇവിടെ MA²/6 കണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്, റിജിഡ് ബോഡി അല്ലെങ്കിൽ സോളിഡ് ക്യൂബിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത്. കണ്ടോ? ഇനിയും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരാൾക്കെങ്കിലും തോന്നുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നോക്കിയേ, ദ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ സോളിഡ് ക്യൂബ് അബൌട്ട് ആൻ ആക്സസ് ത്രൂ ഇറ്റ് സെൻറ്റർ അലൈൻ വിത്ത് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. അപ്പോൾ ഒരാൾക്കെങ്കിലും തോന്നുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എലോങ് ദ എഡ്ജസ് ഓഫ് ദ ക്യൂബ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെയൊക്കെ സമയത്ത്, അതായത് റിജിഡ് ബോഡിയുടെ പാർട്ട് 1 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിജിഡ് ബോഡീസ് കണ്ടുപിടിച്ചപ്പോൾ എലോങ് ദ എഡ്ജിൽ കൂടെ ഉള്ളത് കണ്ടുപിടിക്കാൻ, അതായത് ഒരു റിജിഡ് ബോഡി അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ളതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് I1 നമുക്കറിയാം. എന്നാൽ അത് ഒരു എഡ്ജിൽ കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. ഒരു എഡ്ജിൽ കൂടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഇപ്പം ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ഇതിൽ കൂടെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി അതല്ലേ ഇവിടെ ചോദിച്ചേക്കുന്നതെന്നൊരു ഡൗട്ട് ചിലപ്പോൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വരും. പക്ഷേ എലോങ് ദ എഡ്ജസ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ആക്സസ് പാസിങ് ത്രൂ ദ എഡ്ജ് എന്നല്ല അർത്ഥം. ആക്സസ്, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ മിസ് എന്താ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നോക്കിക്കേ. വിത്ത് ആക്സസ് അലൈൻഡ് എലോങ് ദ എഡ്ജസ് ഓഫ് ദ ക്യൂബ്, എലോങ് എഡ്ജ് ഓഫ് ക്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലോങ് എഡ്ജസ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് എന്താ, ആക്സസ് അലൈൻഡ് എലോങ് ദ എഡ്ജസ് ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് ആക്സസ് പാസിങ് ത്രൂ ദ എഡ്ജ് ഓഫ് ക്യൂബ് എന്നല്ല അർത്ഥം. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ടേമിൽ നമ്മൾ അന്ന് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആക്സസ് പാസിങ് ത്രൂ എഡ്ജ് ഓഫ് ക്യൂബ്. അതായത് ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, ആക്സസ് ക്യൂബിൻ്റെ എഡ്ജ് എഡ്ജ് ഓഫ് ദ ക്യൂബിൽ കൂടെയാണ് ആക്സസ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെ ആക്സസ് അലൈൻ ചെയ്യുന്നെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ക്യൂബിൻ്റെ എഡ്ജസിൽ കൂടെ ആക്സസ് അലൈൻ ചെയ്ത് പോകുന്നു, അല്ലെ അലൈൻ ചെയ്തിരിക്കുന്നു, അല്ലാതെ ആ എഡ്ജിൽ കൂടെയാണ് ആക്സസ് പാസ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ പാരലൽ ആക്സസ് തിയറം യൂസ് ചെയ്തിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഒക്കെ കണ്ടുപിടിച്ചത് റിജിഡ് ബോഡിയുടെ പാർട്ട് 1. അപ്പോൾ അലൈൻഡ് എലോങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഒരു സോളിഡ് ക്യൂബിൻ്റെ ഇനേർഷ്യ ടെൻസറാണ് മിസ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. ഒരു യൂണിഫോം തിൻ റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ്. അപ്പോൾ പ്ലേറ്റ് ആണ്, ഓക്കെ 1 മിനിറ്റ്, ഒരു യൂണിഫോം റെക്റ്റാങ്കുലർ ആയിട്ടുള്ളൊരു പ്ലേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഓഫ് മാസ് അതിൻ്റെ M ആണ്. ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്, A×B ആണ് അതിൻ്റെ ഡയമെൻഷൻ. ലൈസ് ഇൻ ദ XY പ്ലെയിനിലാണ് ലൈ ചെയ്തേക്കുന്നത്. വിത്ത് ഇറ്റ് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ. ഓക്കെ, ഒറിജിനിലാണ് അതിൻ്റെ സെൻറ്റർ വന്നേക്കുന്നത്. ഫൈൻഡ് ദി ഇനേർഷ്യ ടെൻസർ വിത്ത് റെസ്പെക്ട് ടു, അത് കാണാവോ, വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ആയിരിക്കും അല്ലേ? ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ എന്നാണ് കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ. ഓക്കെ, അപ്പോൾ എനിക്കിത് ഓൾറെഡി അറിയാം. റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ ഇത് O ആണ്, ഒറിജിനാണ്. ഇതിൽ നിന്ന് റെഫറൻസ് I1, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ ആക്സസിനെ റൊട്ടേറ്റ് ചെയ്യുന്നു.
ഇനി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഈ ആക്സിസിന് കറസ്പോണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. എ ക്രോസ് ബി ആണല്ലേ, അപ്പോൾ ലെങ്ത് എ ആയിരിക്കും, അതിൻ്റെ ആ ഒരു ബ്രെഡ്ത്ത് ആയിരിക്കും ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ഇത് നമുക്ക് ഓൾറെഡി അറിയാം. I1 എന്താണെന്നറിയാം, I2 എന്താണെന്നറിയാം. I2 ഇവിടെ വേണേ, I3 കറസ്പോണ്ട് ചെയ്തിട്ടുള്ള I3 നമുക്കറിയാം. ഇതെന്താ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ, അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റെക്റ്റാങ്കുലർ പ്ലേറ്റ് ത്രൂ ദ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ റെഫറൻസും നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഈക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനാ മിസ്സ് പറഞ്ഞ ആദ്യത്തെ പാർട്ട് നോക്കണം. അപ്പോൾ നമുക്കറിയാം I1 എന്ന് പറയുന്നത് ma²/12 ആണ്. നേരത്തെ സോളിഡ് ആണ്, അതായത് സോളിഡ് ക്യൂബാണ്, അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ, എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇത് റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്നുള്ള മേളത്തെ ഇവിടം ഓരോന്നും ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ I1 ma²/12 ആണ്. I1 എന്ന് വെച്ചാൽ Ixx. I2 എന്ന് പറയുന്നത് എന്താണ്, mb²/12 ആണ്. എ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസ് ആണ്. മേജർ ആക്സിസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ദൂരം, അതായത് ഏറ്റവും വലുപ്പമുള്ള ലൈൻ ഏതാണോ അതാണ് വലുപ്പമുള്ള ലൈൻ. എങ്ങനെയാണ് നമുക്ക് ഏത് കറസ്പോണ്ടിങ് ആക്സിസിൽ കൂടെ കട്ട് ചെയ്യുമ്പോഴാണ് വലുപ്പം സ്ട്രെയിറ്റ് കിട്ടുന്നത്, അതാണ് സെമി മേജർ എന്ന് പറയുന്നത്. I3 നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ് m/12 a² + b². ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കുലർ ആവുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ I1 I2 I3. മനസ്സിലായോ? വേറൊരു കൺസെപ്റ്റായിട്ട് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം തന്നെ. അതായത് എന്താ, ഇപ്പം മിസ്സ് പറയാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ശരിക്കും എന്താടാ, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് റിഫ്ലക്ഷൻ സിമെട്രി, അതിന് സത്യം പറഞ്ഞാൽ 2 ആക്സിസിലേ അതിന് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സിമെട്രി എന്ന് പറയുന്നത് 2 ആക്സിസിലല്ലേ അതിനുള്ളൂ, 2 ഭാഗത്തിന് മാത്രമല്ലേ ഉള്ളൂ. അതേസമയം ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾ ആണ് സ്ക്വയർ. അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം സ്ക്വയർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെക്റ്റാങ്കിൾ ആണ്. പക്ഷേ സ്ക്വയറിന് 4 ആക്സിസും അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സിമെട്രി എന്ന് പറയുന്ന 4 ആക്സിസും സിമെട്രിക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ റൊട്ടേഷണൽ സിമെട്രിയുമാണ്. സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ ഒരു സിമെട്രി അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ റൊട്ടേഷൻ സിമെട്രി ഇല്ല. സത്യം പറഞ്ഞത് ആ റെക്റ്റാങ്കിളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ എല്ലാ ഭാഗവും നമുക്ക് ഈക്വലായിട്ട് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നും സെൻറ്ററിൽ നിന്ന് കറസ്പോണ്ടായിട്ട് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, അത് നമ്മൾ ഓൾറെഡി ഇക്വേഷനായിട്ട് ഇട്ടിട്ടുമുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കുക. അതേസമയം ഒരു ക്യൂബ് ആണെങ്കിലോ, ക്യൂബ് ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ സിമെട്രീസാണ് ക്യൂബിനുള്ളത്. അതായത് നമുക്കറിയാം റിഫ്ലക്ഷൻ സിമെട്രി, അതായത് എല്ലാ ആക്സസും അതിൻ്റെ സിമെട്രിക്കാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ സിമെട്രി ഇൻ 3 ഡയമെൻഷണൽ സ്പേസ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ സ്ക്വയറും ക്യൂബും എടുത്താൽ എല്ലാം തന്നെ സിമെട്രിക്കാണ്. പക്ഷേ എന്താണ്, റെക്റ്റാങ്കിളിൻ്റെ കേസിൽ 2 ആക്സസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ 2 ആക്സസ് സിമെട്രിയാണ് അതിനുള്ളത്, റൊട്ടേഷണൽ സിമെട്രി ഇല്ല. സ്ക്വയർ ആകുമ്പോൾ റിഫ്ലക്ഷൻ സിമെട്രി 4 ആക്സസും സിമെട്രിയാണ്, റൊട്ടേഷണൽ സിമെട്രി 90 ഡിഗ്രി, അതായത് റൊട്ടേഷണൽ സിമെട്രി അതിനുണ്ട്. ഒത്തിരി ഡെപ്തായിട്ട് നിങ്ങൾ ഓർക്കണ്ട. പക്ഷേ ക്യൂബിന് എന്താ അങ്ങനെ എടുത്തിട്ട് റെക്റ്റാങ്കിളിന് ഇങ്ങനെ വന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരാതിരിക്കാൻ വേണ്ടിയാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ I എഴുതിക്കോളൂ. അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആകുമോ? പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ 0 ആകുമോ? 0 ആകും. കാരണം ഇവിടെ പറയുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ. മനസ്സിലായോ? മാത്രമല്ല റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പം 2 ആക്സസ് സിമെട്രി ആണ്. ഓക്കെ, അതൊരു കണ്ടീഷൻ, 2 ആക്സസ് സിമെട്രി ആണ്. രണ്ടാമത്തെ കാര്യം വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ ആക്സസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ ആക്സസ് ആണ് എടുക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത് I1 I2 I3 ആണ്. കണ്ടോ, വിത്ത് റെസ്പെക്ട് ടു അതിനാണ് കൺസെപ്റ്റ് പഠിക്കണം. സെൻട്രൽ കൂടെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രിൻസിപ്പൽ ആക്സസ് അല്ലേ. പ്രിൻസിപ്പൽ ആക്സസ് ത്രൂ ദ സെൻറ്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്, സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ I1 I2 I3 മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയേ.
ഓക്കെ, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയേ. ഐ എക്സ് എക്സ് മിസ് പറഞ്ഞു mb²/12. ബാക്കിയെല്ലാം 0. പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ 0, ഇവിടെ 0. ഇവിടെ ma²/12, ഇവിടെ 0 0 0. ഇവിടെ m/12, അത് മാത്രം ഞാനൊന്ന് എഴുതി തരട്ടെ. m/12 a² + b², അതായത് മൂന്നാമത്തെ IZZ. നോട്ട് കാണിക്കാം കേട്ടോ, നോക്കൂ, കണ്ടോ. റെക്റ്റാങ്കുലർ പ്ലേറ്റ്. ഫോർ റെക്റ്റാങ്കുലർ പ്ലേറ്റ് എബൌട്ട് ഇറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഇനേർഷ്യ ടെൻസർ. നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് നമ്മളിവിടെ പാർഷ്യലി നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് എഴുതിയേക്കണത് കേട്ടോ. അതപ്പോൾ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓപ്ഷൻ എന്താണ് തരുന്നത് അതനുസരിച്ച്. അപ്പം നമ്മൾ പാർഷ്യലി നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഇതൊന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാവോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, നോക്കിക്കേ. കാൽക്കുലേറ്റ് ദ ഇനേർഷ്യ ടെൻസർ ഓഫ് എ തിൻ യൂണിഫോം റോഡ്. ഇതാണ് മിസ്സിൻ്റെ റോഡ്. ലെങ്ത് L, മാസ് M, എബൌട്ട് ഇറ്റ് സെൻറ്റർ. കണ്ടോ, എബൌട്ട് ഇറ്റ് സെൻറ്റർ എന്ന് പ്രത്യേകം റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എന്താണ്, നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. വിത്ത് ദ എക്സ് ആക്സസ് എലോങ് ദ റോഡ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്ത് ദ എക്സ് ആക്സസ് എലോങ് ദ റോഡ്. അതിൻ്റെ അർത്ഥം എന്താ? IXX എന്ന് പറയുന്നത് 0 ആണ് എന്നാണ് അർത്ഥം. നോക്കിക്കേ, ഒരു കൺസെപ്റ്റ് എൻ്റെ മക്കൾ നോക്കിക്കേ. ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു? എബൌട്ട് ഇറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ IXXും IYYയും IZZും മാത്രം കണ്ടുപിടിച്ചാൽ മതി. വിത്ത് ദ ആക്സസ്, എക്സ് ആക്സസ് എലോങ് ദ റോഡ്, റോഡിന് എലോങ് ആയിട്ട് അല്ലേ, വിത്ത് ദ എക്സ് ആക്സസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം IXX 0 ആണെന്നാണ്. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? IYYയും IZZും മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് IYYയും IZZും എന്താണെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്കറിയാവുന്നൊരു കാര്യം എന്താ? തിൻ റോഡിൻ്റെ എബൌട്ട് ദ സെൻട്രൽ കൂടെ ഉള്ള റെഫറൻസ് നമുക്കറിയാമല്ലോ. ദാറ്റ് ഈസ് ml²/12 ആണ്. ml²/12 ആണ് അല്ലേ. I1, I2, I3 ഇങ്ങനെയാണ്. അപ്പോൾ I1 എന്ന് വെച്ചാൽ ml²/12 ആണ്. I3 മാത്രമാണ് ml² sin²θ/12 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. IXX 0 ആണ്. IXX ഈ കേസിൽ 0 ആണ്. ശരിക്കും ഒരു തിൻ റോഡിൻ്റെ IXX എന്ന് പറയുന്നത് ml²/12 ആണ്. ഇവിടെ എബൌട്ട് ദ റോഡ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് 0 ആയി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? സെൻറ്ററിൽ കൂടെ ഉള്ളത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഒരു കേസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റെഫറൻസ് ആണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ ഓർക്കണം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി റെഫറൻസ് പഠിച്ചിട്ടുണ്ട്. റോഡാകുമ്പോൾ റോഡിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് ml²/12 ആണ്. അപ്പോൾ അതൊക്കെ ഒരു ക്ലൂ ആയിട്ട് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം I എന്ന് പറയുന്നത് ഇനേർഷ്യ ടെൻസർ എന്ന് പറയുന്നത് IXX എലോങ് ദ റോഡ് വിത്ത് ദ എക്സ് ആക്സിസ് എലോങ് ദ റോഡ് എന്ന് പറയുന്നത് 0 ആയി. പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എന്താണെങ്കിലും 0 ആണ്, കാരണം എബൌട്ട് ദ സെൻറ്റർ ആണ്. ബാക്കിയെല്ലാം 0 ആണ്. IYY എന്ന് പറയുന്നത് ml²/12, കാരണം എബൌട്ട് ദ സെൻറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു റോഡാണ്, ലെങ്ത് ഓഫ് റോഡാണ്, എബൌട്ട് ദ സെൻറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തെടുത്താൽ മതിയാകും? ml²/12 എന്നുള്ള കേസ് എടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ 0, ഇവിടെ 0, 0, ഇവിടെ ml²/12. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ എഴുതി വെക്കണം. അതായത് ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് എബൌട്ട് ദ സെൻറ്റർ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? എബൌട്ട് ദ സെൻറ്ററിൽ കൂടെ ഒരു എലോങ് ദ എക്സ് ആക്സസ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ്, ലെങ്ത് യൂണിഫോം റോഡ് തന്നാൽ എങ്ങനെയാണ്? ഇനിയും എലോങ് ദ ഇങ്ങനെ തന്നിട്ടില്ലേ, എബൌട്ട് XY ആക്സസിൽ ഇരിക്കുന്ന ഒരു ലെങ്താണ്, ഒരു ലെങ്ത് ഓഫ് റോഡാണെങ്കിൽ, ഒരു റോഡാണെങ്കിൽ അത് XY പ്ലെയിനിൽ നമ്മൾ പ്ലേസ് ചെയ്തേക്കുവാണ്.
എലോങ് ദ റോഡ് എക്സ് ആക്സസ് എലോങ് ദ റോഡ് എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ജനറലായിട്ടുള്ള ഇനേർഷ്യ ടെൻസറും എഴുതി വെക്കുക. ഇനി അടുത്തത് ആദ്യം നമ്മൾ സോളിഡ് ക്യൂബിൻ്റെയാണ് പഠിച്ചത്. സോളിഡ് ക്യൂബിൻ്റെയും അങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ജനറലായിട്ട് നമ്മളൊന്ന് കണ്ണോടിക്കുക, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് പെട്ടെന്നത് സോൾവ് ചെയ്ത് പോവാം, അല്ല ടിക്ക് ചെയ്ത് പോവാം. കാരണം പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഇത് വീട്ടിലിരുന്ന് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ആൻസർ വരുന്നതെന്ന് അതിനെ ഒന്ന് കാണുക. വീണ്ടും വീണ്ടും മാസങ്ങളോളം ഇതിനെ ഒന്ന് നമ്മൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. അങ്ങനെ അത് നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ് എന്ന് എനിക്കറിയാം. സോ അവിടെ നമ്മൾ ടൈം സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ വീട്ടിൽ നമ്മൾ കൂടുതൽ സമയമെടുത്ത് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും എക്സാം ഹാളിൽ ചെന്നിട്ട് സമയം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതെനിക്ക് എക്സാമിന് ഞാൻ പോയിട്ട് അവിടെ ചെന്ന് പഠിച്ച് അല്ലെങ്കിൽ അവിടെ ചെന്ന് ഞാൻ ചെയ്ത് പുതിയ ഫോർമുലാസ് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുമെന്നുള്ള നമ്മുടെ ചിന്താഗതി ഇറ്റ്സ് റോങ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറേ സമയം എടുത്തോട്ടെ, ഇറ്റ്സ് ഓക്കെ. അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ രാത്രി കുറച്ച് ലേറ്റായിട്ട് കിടക്കുക എന്നുള്ള രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പലതരത്തിൽ നിങ്ങൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസേ ആകെ തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് പലതരത്തിൽ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ആലോചിക്കുക. അതെന്ത് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾക്ക് സ്റ്റഡി മോഡെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാകും, ചാറ്റ് ജി പി ടി എടുത്തിട്ട് സ്റ്റഡി മോഡെന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ ചാറ്റ് ജി പി ടി സ്റ്റഡി മോഡിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ്, കൺസെപ്റ്റിനെക്കുറിച്ചാണ് പ്രോബ്ലംസ് വേണ്ടത്. അത് നിങ്ങൾക്ക് തരും പ്രോബ്ലംസ്. നിങ്ങൾ സോൾവ് ചെയ്ത് ശ്രമിക്കാം. വേണമെങ്കിൽ സൊല്യൂഷനും അത് തരും. അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ തന്നെ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ പല രീതിയിലും അത് നമുക്ക് അവൈലബിൾ ആണ്. അതൊരിക്കലും നമ്മുടെ നമുക്കൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ കൂടെ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം എല്ലാം ഫോണിലുള്ള കാര്യങ്ങളെല്ലാം ഒന്നും നമുക്ക് നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളല്ല. കുറച്ച് നമ്മുടെ രീതിയിലേക്ക് അത് യൂസ് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ. അപ്പം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നോക്കൂ, അടുത്തതൊരു യൂണിഫോം സോളിഡ് സ്പിയർ ആണ്. ഓക്കെ, യൂണിഫോം സോളിഡ് സ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം സോളിഡ് സ്പിയർ ആകുമ്പോൾ എന്താണെങ്കിലും അത് സിമെട്രിക് ആയിരിക്കും. കാരണം യൂണിഫോം എന്ന് പറയുമ്പോഴേ എല്ലായിടവും സെയിം ആണ്. നേരത്തെ യൂണിഫോം സോളിഡ് ക്യൂബ് എന്നായിരുന്നു. അപ്പോൾ എല്ലായിടവും എന്താണെങ്കിലും സിമെട്രിക് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടുപിടിച്ചാൽ മതി. യൂണിഫോം സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് സ്പിയർ ആണ്. ഇത് സ്പിയർ ആണ്, ഓഫ് റേഡിയസ് ആർ ആണ്. പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒറിജിനോ പെർട്ടിക്കുലർ റേഡിയസ് ആർ ആണ്, മാസ് എം ആണ്. അത് റൊട്ടേറ്റ് അപ്പോൾ സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ റൊട്ടേഷൻ. ഓക്കെ. റൈറ്റ് ഡൗൺ ദ ഇനേർഷ്യ ടെൻസർ. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം സോളിഡ് സ്പിയറിൻ്റെ എബൌട്ട് ദ സെൻറ്ററിൽ കൂടെയുള്ള ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 2/5 mr² ആണ്. ഇനി ഇതൊരു യൂണിഫോം സോളിഡ് സ്പിയർ ആണെങ്കിൽ എല്ലാം തന്നെ എന്തായിരിക്കും, 2/5 mr² ആയിരിക്കും. ഇനി എൻ്റെ ഒരു കാര്യം, പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ഇതിന് ഉണ്ടാകുമോ നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് റെസ്പെക്റ്റ് ആകുമ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ, I1 I2 I3 എന്ന് പറയുന്ന 3 ആസ്പെക്ട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എല്ലാം തന്നെ 0 ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എന്തൊക്കെ കൺസെപ്റ്റാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. 2 യൂണിഫോം സോളിഡ് സ്പിയർ ആണ് എന്ന് വെച്ചാൽ സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥവും പ്രിൻസിപ്പൽ ആക്സിസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ബാക്കി പ്രൊഡക്റ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എല്ലാം 0 ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താം. 2 കൺസെപ്റ്റുകളാണ്, ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് എന്നും ഉണ്ട്, യൂണിഫോം എന്നും ഉണ്ട്. യൂണിഫോം മീൻസ് സിമെട്രിക്. എല്ലാ സിമെട്രിക് ആക്സിസും ഒരു ബോഡിയുടെ എല്ലാ സിമെട്രിക് ആക്സിസും പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ആ സെയിം കൺസെപ്റ്റ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, I എന്ന് പറയുന്നത് ഇനേർഷ്യ ടെൻസറാണ്. IXX, IXY, IXZ, IYX, IYY, IYZ, IZX, IZY, IZZ. ഓക്കെ. ഇവിടെ ആകെയുള്ള ടേംസ് എന്ന് പറയുന്നത് ഡയഗണൽ ടേംസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 0 ആയി. അപ്പോൾ ഡയഗണൽ ടേം ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഡയഗണൽ ടേംസ് ഓൾറെഡി നമുക്കറിയാം.
ഡയഗണൽ ടേംസ് എന്ന് പറയുമ്പോൾ സോളിഡ് സ്പിയറിൻ്റെ സെൻട്രൽ നിന്നുള്ള റെഫറൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2/5 mr², 0 0 0, ഇവിടെയും 2/5 mr², 0 0 0, ഇവിടെയും 2/5 mr². അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇതല്ലേ തിൻ റോഡ്. ഓക്കെ, തിൻ റോഡിൻ്റെ ആൻസർ മിസ് കാണിച്ചില്ലായിരുന്നോ? ഓക്കെ 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 ആ ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ആൻസർ എടുത്തിട്ടില്ല. ഓക്കെ, സോളിഡ് സ്പിയറിൻ്റെ ആൻസർ ഒന്നുകൂടെ എഴുതണോ? ഒന്നുകൂടെ നോക്കിക്കോ. എന്താ? 2/5 mr². ഞാൻ നോട്ടിൽ അത് ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ, വിട്ടുപോയത്. 5 mr², 0 0 0, 2/5 mr² കേട്ടോ. ഇതെല്ലാം സെയിം തന്നെ ഡയഗണൽ. ഇതാണ് സോളിഡ് സ്പിയറിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കേ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മിസ്സ് ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനേർഷ്യ ടെൻസറിൻ്റെ ക്വസ്റ്റ്യൻ. പക്ഷേ മിസ്സ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ആസ്പെക്റ്റ് കൊടുത്തേക്കണത്. അപ്പോൾ എന്താ മിസ്സ് കൊടുത്തേക്കണേ നോക്കൂ. വെയർ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ആർ നോട്ട് 0. ഇത്രയും നേരം നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ത്രൂ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കേസിലെല്ലാം തന്നെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 0 ആണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ അവിടെ ഒക്കെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എടുത്താൽ മതിയാകും. പക്ഷേ ഇനിയും പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ 0 അല്ലാത്ത കേസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. A uniform thin rod of mass m and length a lies along the x-axis from x equal to 0 to x equal to a. Then find the moment of inertia tensor about the origin 0 0. So the question is that എന്താ പറഞ്ഞേക്കുന്നത്, ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു തിൻ റോഡാണ് എടുത്തേക്കണേ. സോ ദ ടേം യൂണിഫോം എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് സിമെട്രിക് അല്ലേ. അപ്പോൾ അതായത് അത് പെർട്ടിക്കുലർ ടൈം അനുസരിച്ച് അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള രീതി. ഓക്കെ, അപ്പം അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് ഉള്ള മേഡ് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യൂണിഫോമാണ്, അതിന് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം തിൻ റോഡുണ്ട്, അതിൻ്റെ മാസ് m ആണ്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് a ആണ്. അത് എക്സ് ആക്സിസിലാണ് ലൈ ചെയ്തേക്കുന്നത്. 0 to x ഈക്വൽ ടു 0 to a ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ അബൌട്ട് ദ ഒറിജിൻ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ഒറിജിൻ ആണ് കണ്ടുപിടിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ അബൌട്ട് ദി ഒറിജിൻ. ഓക്കെ, നോക്കിക്കേ. ഓക്കെ, ഏതായാലും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് എഴുതാം. ഇവിടെ തന്നിട്ടുണ്ട് x ഈക്വൽ ടു 0 to a. ഇതേതായാലും ഗിവൺ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എക്സ് ആക്സിസിലാണ് ഇത് കിടക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എലോങ് തിൻ റോഡ് അലൈൻഡ് എലോങ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ IXX എന്ന് പറയുന്നത് 0 ആണ്. അലൈൻഡ് എലോങ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എലോങ് ദ ലൈസ് എലോങ് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് കിടക്കുവാണ് എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുവാന്നല്ലടാ. എക്സ് ആക്സിസിലാണ് ഇത് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈയിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, ഇസഡിലേക്കും പോകേണ്ട കാര്യമില്ല. കാരണം ഇത് എക്സ് ആക്സിസിലാണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ് ഇതിനെ ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം y ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0. ഭാഗ്യം, അത് രണ്ടും അപ്പം നമുക്ക് കളയാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസർ. ഓക്കെ, ഏതായാലും ഞാൻ അതുകൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. ദാറ്റ് ഈസ് IXX, IXY, IXZ. ഓക്കെ, ദെൻ IYX, IYY, IYZ, IZX, IZY, IZZ. ഓക്കെ, ഇതും എനിക്കറിയാം. ഇത്രയും വരെ എനിക്ക് ഏതായാലും അറിയാം. ഇനിയും ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാ ടേംസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രൂ ദ സെൻറ്റർ അല്ല, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഒറിജിൻ. ഓക്കെ,
എക്സ് ആക്സിസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കണ്ടുപിടിക്കണം. എല്ലാം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു ഇക്വേഷൻ പഠിച്ചത്, ഓർമ്മയുണ്ടോ? കൺസെപ്റ്റിലേക്ക് വരണം. ഇവിടെ നോക്കിക്കേ, ഇതാണ് ആ കൺസെപ്റ്റ്. അതായത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ഡിസ്ക്രീറ്റ് കേസും കണ്ടിന്യൂസ് കേസും, അങ്ങനെ ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. കാണോ, ഈ ഇക്വേഷനാണ് നമ്മൾ കണ്ടിന്യൂസ് കേസാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഐ എക്സ് എക്സ് ഓരോന്നും കണ്ടുവിടാം. എഫ് ഓഫ്, ഓക്കെ. അപ്പോൾ എൻ്റെ മക്കളെ എഴുതി പൊക്കോ. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് ഐ എക്സ് എക്സ് ആണ് കാണേണ്ടത്. ഐ എക്സ് എക്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡി എം. അപ്പോൾ ഇത് യൂണിഫോം സോളിഡ് സ്പിയർ ആകുമ്പോൾ, അല്ല എന്താണ്, റോഡ് ആകുമ്പോൾ എന്താ ഇവിടെ വന്നേക്കുന്നത്? ഡി എം എന്നാണ് വന്നേക്കുന്നത് അല്ലേ? ഡി എം. ഓക്കെ, ഡി എം. ഓക്കെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനി നമുക്കിവിടെ ഒരു കൺസെപ്റ്റ് പഠിക്കാനല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതായത് നമുക്കറിയാം 1D ഒബ്ജക്റ്റ്സ് ആണെങ്കിൽ, ഒരു ഡയമെൻഷനുള്ള ഒബ്ജക്റ്റ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും എന്താ പറയുക, ലീനിയർ ഡെൻസിറ്റി. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ എഫ് ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ കറസ്പോണ്ടിങ് ടു സം ഡെൻസിറ്റി ടേംസും കൂടെ നമ്മൾ പറയും. ഓക്കെ, എന്തെങ്കിലും ഒരു ടേമും കൂടെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, അത് ലീനിയർ ഡെൻസിറ്റി ആണോ അല്ലെങ്കിൽ സർഫസ് ഏരിയ ഡെൻസിറ്റി ആണോ, അങ്ങനെ. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? അതായത് 1 ഡയമെൻഷൻ ആണോ, 2 ഡയമെൻഷൻ ആണെങ്കിലും 3 ഡയമെൻഷൻ ആണെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ തന്നെ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡോട്ട് ഡി എം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് ഡെൻസിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മിസ്സ് പറയാണ് 1 ഡയമെൻഷനിൽ എടുക്കുക മിസ്സ്. 1 ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു തിൻ റോഡോ അല്ലെങ്കിൽ ഒരു വയറോ, ഒരു തിന്നായിട്ടുള്ളൊരു റോഡോ അല്ലെങ്കിൽ ഒരു വയറോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതാണല്ലോ 1 ഡയമെൻഷൻ. അപ്പം അല്ലെങ്കിൽ എക്സ് ആക്സസ് അല്ലെങ്കിൽ ഒരു ഡയമെൻഷനിലാണെന്ന് പറയുന്ന കേസുകളിൽ നമ്മുടെ എന്താ പറയുക, ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ലാംഡ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഡി എം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ലാംഡയുടെ ടേമിലായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 2 ഡയമെൻഷനായിട്ടുള്ള, അപ്പോൾ നിങ്ങളൊരു ടേബിൾ പോലെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി ഇത് 2 ഡയമെൻഷനിലാണെന്ന് വിചാരിക്കാം. എന്താണ്? 2 ഡയമെൻഷനിലാണെന്ന് വിചാരിക്കാം. 2 ഡയമെൻഷനിലാണെങ്കിൽ ഇതെങ്ങനെ പോകും? അപ്പോൾ 2 ഡയമെൻഷനിലാണെങ്കിൽ എന്താ അവിടെ, സർഫസ് ഏരിയ. 1 ഡയമെൻഷനിലാണെങ്കിൽ ലീനിയർ ഡെൻസിറ്റിയാണ് വരുന്നത്, 2 ഡയമെൻഷനിലാണെങ്കിൽ സർഫസ് ഏരിയ ഡെൻസിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡി എം എന്ന് പറയുന്നത് സിഗ്മ. ഇവിടുത്തെ ഡി എം എന്ന് വെച്ചാൽ സിഗ്മ ആയിരിക്കും അല്ലേ, സിഗ്മ. ഇനി അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താ? 2 ഡയമെൻഷൻ ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് നമുക്ക് പറയാൻ പറ്റുമായിരിക്കുമോ? ഓക്കെ, 2 ഡയമെൻഷൻ ആകുമ്പോൾ ഒരു തിൻ പ്ലേറ്റ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇനി എന്ത് പറയാൻ പറ്റും? ഒരു മെറ്റൽ ഷീറ്റ് നമ്മളെപ്പോഴും എക്സാമ്പിളായിട്ട് പറയാറുണ്ടല്ലോ അല്ലേ, 2 ഡയമെൻഷൻ അല്ലേ. ഓക്കെ, മെറ്റൽ ഷീറ്റ് പറയാം. പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ ഡിസ്ക്, നമ്മുടെ റിങ്, ഇവരെല്ലാം എന്താണെങ്കിലും 2 ഡയമെൻഷനിലാണ്, അത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ 2 ഡയമെൻഷൻ, അപ്പോൾ ഡിസ്ക്, റിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും, വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡോട്ട് ഡി എം. ആ ഡി എമ്മിന് പകരം സിഗ്മ ആയിരിക്കും വരുന്നത്. സിഗ്മയൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ ആകുമ്പോൾ സിമ്പിളായിരിക്കും അല്ലേ നമുക്ക് കൺസിഡർ ചെയ്യാൻ. അതായത് ഒരു സോളിഡ് സ്പിയർ എപ്പോഴും 3 ഡയമെൻഷനിലാണല്ലോ. ക്യൂബ്, സിലിണ്ടർ, കോണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് അല്ലേ, അതൊക്കെ 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷനാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയായിരിക്കും. റോ എന്ന് പറയുന്ന സിമ്പിളാണ്, ഇങ്ങനെ റോ വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, റോ ഡി വി അല്ലേ.
അപ്പോൾ ലാംഡ ആണെങ്കിൽ നമ്മൾ അതായത് ഒരു ലീനിയർ ഒരു എക്സ് ആക്സസിലാണെങ്കിൽ ലാംഡ ഡി എക്സ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി എമ്മിനെ. ഇനിയും ഒരു 2 ഡയമെൻഷനൽ ആണെങ്കിൽ ഡി എം എന്ന് പറയുന്നത് മിസ്സ് പറഞ്ഞു സിഗ്മ. അപ്പോൾ 2 ഡയമെൻഷനൽ ആകുമ്പോൾ ഏരിയയ്ക്കാണ് അവിടെ പ്രാധാന്യം. 3 ഡയമെൻഷനൽ ആകുമ്പോൾ ഓക്കെ ഇത് വൃത്തിക്ക് എഴുതി തരാം. 1D ഒബ്ജക്റ്റ് ആകുമ്പോൾ ഡി എം ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് എക്സ് ഡി എക്സ് എന്നായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് ലീനിയർ, ലാംഡേനെ പറയുന്ന പേരാണ് ലീനിയർ ഡെൻസിറ്റി. 2D ഒബ്ജക്റ്റ് ആകുമ്പോൾ അത് ഡി എം എന്ന് പറയുന്നത് സിഗ്മ എക്സ് കോമ വൈ ഓഫ് ഡി എ ആയിരിക്കും. സിഗ്മ എന്ന് പറയുന്ന സർഫസ് ഏരിയ ഡെൻസിറ്റി ഏരിയ വന്നു. 3D ആകുമ്പോൾ ഡി എം എന്ന് പറയുന്നത് റോ. ഇനി 3D എന്ന് വെച്ചാൽ 3 ഡയമെൻഷൻ എക്സ് വൈ ഇസഡ്. അപ്പോൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് അത് ഡി വി ആയിരിക്കും, വോളിയം ആയിരിക്കും. അപ്പോൾ 1 ഡയമെൻഷൻ ആണെങ്കിൽ എക്സ് ഡി എക്സ്, 2 ഡയമെൻഷനിലാണെങ്കിൽ സിഗ്മ ഡി എ, 3 ഡയമെൻഷനിലാണെങ്കിൽ റോ ഡി വി. ഓക്കെ, അപ്പോൾ ഐ എക്സ് എക്സ് കാണുന്ന ഇക്വേഷൻ എങ്ങനെ വരും? ഐ എക്സ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഡി എം. അപ്പോൾ ഇവിടെ സോളിഡ് സ്പിയർ ആണ്. സോളിഡ് സ്പിയർ എന്ന് പറയുമ്പോൾ സോളിഡ് സ്പിയർ ഇത് വേറെ ക്വസ്റ്റ്യൻ ആണേ. മൈ ഗോഡ്. ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്രയും പറഞ്ഞത് ശരിയാ, യൂണിഫോം തിൻ റോഡാണ്. അപ്പോൾ ഐ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡി എം. അപ്പോൾ തിൻ റോഡാണ്. റോഡെന്ന് വെച്ചാൽ 1 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ഐ എക്സ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡി എമ്മിന് പകരം ലാംഡ ഡി എക്സ് എന്നാകും. ലാംഡ ഡി എക്സ് എന്നാകും. അപ്പോൾ നമുക്കിനിയും സോൾവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ വേണേൽ 1-2 തവണ ഒന്ന് കണ്ടോ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ഏതായാലും ഞാൻ എഴുതാം. ഐ എക്സ് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ലാംഡ. ഓക്കെ, ഇനി നമ്മുടെ ലിമിറ്റ് തന്നിട്ടുണ്ട് 0 എ വരെ, അത് എക്സ് ഈക്വൽ ടു 0 to a എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇത് എലോങ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈയും ഇസഡും 0 ആണ്. അപ്പോൾ ഐ എക്സ് എക്സ് എന്താണെങ്കിലും 0 ആയിപ്പോയി. ഇനി അടുത്തത് ഐ വൈ വൈ എന്ന് പറയുമ്പോൾ 0 to a കണ്ടോ. എക്സ് വരുമ്പോൾ അടുത്ത്, അതായത് ഇതൊരു സൈക്ലിക്കായിട്ടല്ലേ, എക്സ് വൈ ഇസഡ്, എക്സിൻ്റെ ടേം വരുമ്പോൾ വൈ ഇസഡും, വൈയുടെ ടേം വരുമ്പോൾ അടുത്തത് രണ്ടും. അപ്പോൾ എക്സ് സ്ക്വയറും ഇസഡ് സ്ക്വയറും, ഇസഡ് ഏതായാലും 0 ആയിപ്പോയി. ഇനി എക്സിനേ ഉള്ളൂ. എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n+1/n+1 അല്ലേ? മനസ്സിലായോ? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n+1/n+1 അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 3/3 എന്നല്ലേ? എന്നിൻ്റെ സ്ഥാനത്ത് 2 അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു 2+1 എന്ന് വെച്ചാൽ 3 താഴെ അത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഐ വൈ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഡി എം എന്നാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് x³ 0 to a, x³ ഡി എം എന്ന് വെച്ചാൽ ലാംഡ 0 to a. അപ്പോൾ 1/3 ഇങ്ങനെ വെളിയിലെടുത്തിട്ട് ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ a³ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ ഇവിടെ a³ എന്ന് വന്നു. ഐ വൈ വൈ എന്ന് പറയുന്നത് a³ ഡോട്ട് ഡി എം എന്നാണ് വന്നത്. ഓക്കെ, a³ ഡോട്ട് ലാംഡ. ഇനി ഞാൻ മിസ്സ് പറയാണ്, ലാംഡ എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാവോ? ലാംഡ എന്ന് പറയുന്നത് പറഞ്ഞു ലീനിയർ ഡെൻസിറ്റി. ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ? ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ ലെങ്ത് ആണ്. മാസ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ a³ ഇൻറ്റു മാസ്. ലെങ്ത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് a. അപ്പോൾ എന്താണ്? ma³/3a. ഒരേയും പോയി കഴിയുമ്പോൾ മേളിൽ ma² ആകും /3. അപ്പോൾ ഐ വൈ വൈ എന്ന് പറയുന്നത് അതാണ് വന്നത്. ഇനി ഐ ഇസഡ് ചെയ്യണം. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഞാനിതിന് നോട്ട് ഈ ക്വസ്റ്റ്യൻ്റെ തൊട്ട് താഴെ കാണിക്കാം കേട്ടോ. അതൊന്ന് നോക്കിയാൽ മതിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. ഇനി അടുത്തത് നോക്കിയേ, ഐ ഇസഡ് കണ്ടുപിടിക്കണം. ഐ ഇസഡ് എന്ന് പറയുമ്പോൾ ഇസഡ് അല്ലാത്ത അടുത്ത ടേം x² + y² ഡോട്ട് ഡി എം. വൈ എന്താണെങ്കിലും 0 ആയിപ്പോയി. അപ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ. 0 to a ലിമിറ്റ് 0 to a. x² എന്ന് പറയുന്നത് x³ ആണ്. ലാംഡ എന്ന് പറയുന്നത് m/l ആണ്. l എന്ന് പറയുന്നത് a ആണ്. ഇനി ഞാൻ ലിമിറ്റ് കൊടുത്തു 0 to a. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് a കൊടുക്കണം. അപ്പോൾ a³ 3 -0 കൊടുത്താൽ 0/3.
ഇൻറ്റു എം ബൈ എ. ഇത് ഏതായാലും പോയി. അപ്പോൾ എന്തേ കിട്ടത്തുള്ളൂ? എ ക്യൂബ് ബൈ 3 എന്നല്ലേ വരിക. അതിൻ്റെ കൂടെ ലാംഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? എം ബൈ എ ആയിരുന്നു. അപ്പോൾ ഒരേയും പോയി കഴിയുമ്പം എം എ സ്ക്വയർ ബൈ 3. അപ്പോൾ നമുക്കെല്ലാം കിട്ടി. ഐ എക്സ് എക്സ് 0, കാരണം എലോങ് ദ എക്സ് ആക്സിസിലായിരുന്നു. ബാക്കി എല്ലാം 0. ഇത് എം എ സ്ക്വയർ ബൈ 2 3. ഇത് 0. ഇത് എം എ സ്ക്വയർ ബൈ 3. നോക്കിക്കേ, സൊല്യൂഷൻ നോക്കിക്കേ. മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് സൊല്യൂഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓർക്കണം. എബൌട്ട് ദ ഒറിജിൻ ആണ്, അല്ലാതെ എബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എല്ലാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ സിമ്പിളായിട്ടൊരു കാര്യം വന്നത് എന്താണെന്ന് വെച്ചാൽ, എലോങ് ദ എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്നതുകൊണ്ട് വൈയും ഇസഡും ഇല്ലല്ലോ. എക്സ് ആക്സിസിൽ ഇരിക്കുവാണ് വസ്തു. അപ്പോൾ വൈയിലും ഇസഡിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എബൌട്ട് ദ ഒറിജിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എൻ്റെ മക്കൾ നോക്കേണ്ടത്, തിൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 1 ഡയമെൻഷനിലാണ്. അപ്പോൾ ഡി എം എന്നുള്ളത് ലാംഡ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നിങ്ങളൊന്ന് പോവുക കേട്ടോ, നോട്ട്സിലേക്കൊന്ന് നോക്കുക കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ഏത് ക്വസ്റ്റ്യനാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദി ഇനേർഷ്യ ടെൻസർ ഓഫ് എ യൂണിഫോം റെക്ടാങ്കുലർ ലാമിന എന്ന് വെച്ചാൽ ഒരു തിൻ പ്ലേറ്റ് ആണ്. അപ്പോൾ റെക്ടാങ്കുലർ ലാമിന എന്നേ ക്വസ്റ്റ്യനിൽ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, റെക്ടാങ്കുലർ ലാമിന എന്ന് പറയുമ്പോൾ തിൻ പ്ലേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിൻ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താ? തിൻ പ്ലേറ്റ് 2 ഡയമെൻഷനിലുള്ള ആളാണ്. അപ്പോൾ റെക്ടാങ്കുലർ ലാമിന എന്ന് പറഞ്ഞാലും തിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാലും 2 ഡയമെൻഷനിലെ ആൾക്കാരാണ്. അപ്പോൾ മനസ്സിൽ ഓർക്കണം, ഓക്കെ 2 ഡയമെൻഷനിലാണ്. അപ്പോൾ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സിഗ്മയാണ് വരുന്നത്. സിഗ്മ ഡോട്ട് ഡി എ ആണ് ഡി എമ്മിന് പകരം വരുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. ലൈങ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ എക്സിലും വൈയിലുമാണ് ഇത് കിടക്കുന്നത്. അങ്ങനെയാണ് ഇസഡ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഭാഗ്യം, ഇസഡ് ഏതായാലും ഇല്ല. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ, ഇനി വിത്ത് വെർട്ടിസസ് അറ്റ് 0 0 0 2. ഓക്കെ, വെർട്ടിസസ് എല്ലാം തന്നിട്ടുണ്ട്. അതായത് ആദ്യം തരുന്നത് എന്താണെങ്കിലും ഒറിജിൻ ആയിരിക്കും, അത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്തത് 0 0 0 എ ബി 0, പിന്നെ 0 ബി 0. ഇതാണ് നമ്മുടെ വെർട്ടിസസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എബൌട്ട് ദ ഒറിജിൻ. ഓക്കെ, എബൌട്ട് ദ ഒറിജിൻ. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സസിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് നമ്മുടെ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. വെർട്ടിക്സിന് 0 0 ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് എക്സ് ആക്സസ് എന്ന് പറയുമ്പോൾ എവിടെ തൊട്ടാണ് ചേഞ്ച് വരുന്നത്? ആദ്യം 0 to a ആണ് അല്ലേ? പിന്നെ ചേഞ്ച് വരുന്നത് വൈയുടെ ടേം എന്ന് പറയുന്നത് 0 to b ആണ്. Z1, Z2, Z3, Z4 പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതായത് ഇത് x0 ആണെങ്കിൽ x0യിൽ നിന്ന് x1, പിന്നെ x2, x3. അപ്പോൾ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് x0, അതായത് 0 to x അല്ലെങ്കിൽ x0 to x1 എന്ന് വെച്ചാൽ 0 to a ആണ്. y0 to y1 എടുക്കാൻ പറ്റത്തില്ല, എല്ലാം 0 ആണല്ലേ. അപ്പോൾ അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് 0 to b ആണ്. ആ ഒരു ലിമിറ്റിലാണ് നമ്മൾ വെർട്ടിക്സസിന് ഇവിടെ ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, ലോജിക്കല്ല, സിമ്പിളായിട്ട്. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ മിക്ക ക്വസ്റ്റ്യൻസും ഇങ്ങനെ തന്നെ ആയിരിക്കും, കൂടുതൽ 0യുടെ ടേംസിലായി. കാരണം നമ്മൾ ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോർഡിനേറ്റ്സ് എടുക്കേണ്ട ഒരു രീതിയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് കോർഡിനേറ്റ് സെലക്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഏതായാലും അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇനേർഷ്യ ടെൻസർ എന്താണെന്ന് അറിയാം, അതിനെ മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു റെക്റ്റാങ്കുലർ ലാമിനയാണ്. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ ഡെൻസിറ്റി ഏതായാലും ഞാൻ കണ്ടുപിടിച്ചേക്കാം. തിൻ പ്ലേറ്റ് ആണല്ലോ, അപ്പോൾ 2 ഡയമെൻഷനാണ് എന്ന് വെച്ചാൽ ഡി എം എന്ന് പറയുന്നത് സിഗ്മ ഡി എ ആണ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ 1 ഡയമെൻഷനിലാകുമ്പോൾ മാസ് ഇൻറ്റു ലെങ്ത് ആയിരുന്നു, 2 ഡയമെൻഷനിലാകുമ്പോൾ മാസ് ഇൻറ്റു ഏരിയ ആണ് അല്ലേ. 3 ഡയമെൻഷനിലാകുമ്പോൾ മാസ് ബൈ വോളിയം ആണ്. 3 ഡയമെൻഷനിലൊന്നും ചോദിക്കത്തില്ലായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ട്രിപ്പിൾ ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യേണ്ടി വരില്ലേ?
എനിവേസ് നമുക്ക് നോക്കാം. 2 ഡയമെൻഷനിലാകുമ്പോൾ എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, മാസ് ബൈ ഏരിയ. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ ലാമിനയുടെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഏരിയ ഓക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിസസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. പ്ലേറ്റിൻ്റെ വെർട്ടിസസ് ഒറിജിൻ തന്നിട്ടുണ്ട് 0 0 0 A 0 0 അങ്ങനെ. അപ്പോൾ എന്താണേലും എയും ബിയും ആയിരിക്കുമല്ലോ. റെക്റ്റാങ്കുലർ ലാമിന വെച്ചാൽ A ക്രോസ് B ആയിരിക്കും ഡയമെൻഷൻ, കാരണം ഓൾറെഡി നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് A ഇൻറ്റു B. ഓക്കെ, A ഇൻറ്റു B. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരു കാര്യം ഏതായാലും കിട്ടി. ദറ്റ് ഈസ് സിഗ്മ എന്ന് പറയുന്നത് മാസ് ബൈ ഏരിയ ആണ്. റെക്റ്റാങ്കുലർ പ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ലാമിനയാണ്. ഓൾറെഡി കോർഡിനേറ്റ്സിൽ എയും ബിയും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാസ് ബൈ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തുമായിട്ട് കോർഡിനേറ്റ്സിൽ വന്നിരിക്കുന്നത് എയും ബിയും ആയിട്ട് മിസ് അങ്ങനെ എടുത്തു. ഏതായാലും ഒരു കടമ്പ നമ്മുടെ കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യേണ്ടത് എല്ലാം കണ്ടുപിടിക്കണം. IX അങ്ങനെ എല്ലാ രീതിയിലും കണ്ടുപിടിക്കണം. Z മാത്രമേ ഉള്ളൂ ആകെ 0 ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇച്ചിരി സ്റ്റീഡിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. IXX ചെയ്യണം. IXX എന്ന് പറയുന്നത് y² + z² ആണ്. ഇൻറ്റു എന്താണ് ഇൻറ്റു സിഗ്മ എന്ന് വെച്ചാൽ m/a². അതുകൊണ്ട് ഞാൻ ഏതായാലും സിഗ്മ എന്നങ്ങ് ഇടുവാണേ. അപ്പോൾ y² + z² എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി ചെയ്യേണ്ടത്, അപ്പോൾ Z എന്ന് പറയുന്നത് 0 ആയിപ്പോയി. അപ്പോൾ ഏതായാലും y² സിഗ്മ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ദിസ് ഈസ് ലൈയിങ് ഇൻ ദ XY പ്ലെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്ന ആക്സിസിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നു XY പ്ലെയിനിൽ ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം എക്സിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം, വൈയിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മളോട് പറയാണ് XY Z ഒരു പ്ലെയിൻ ഇരിക്കുവാണെങ്കിൽ ഓരോ കോർഡിനേറ്റ് കാണാൻ 3 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതായാലും എക്സിലും വൈയിലും ലൈ ചെയ്യുന്ന സാധനത്തിൻ്റെ IXX കാണാൻ രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ y², അതായത് DXും ചെയ്യണം DYയും ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോർഡിനേറ്റ് മാറുന്നത് 0 to A ആണ്. അപ്പോൾ ഒരു കോർഡിനേറ്റ് 0 to Aയും അടുത്ത കോർഡിനേറ്റ് 0 to Bയിലുമാണ് മാറുന്നത്. നോക്കിക്കേ, ഇവിടോട്ട് നോക്കിക്കേ, കൺഫ്യൂഷൻ ആവരുത്. വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം ഇത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് അറിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര വലിയ പ്രോബ്ലം ആണെന്ന് വിചാരിക്കുകയും ചെയ്യരുത് കേട്ടോ. നോക്കൂ, എൻ്റെ ദൈവമേ. ഓക്കെ, നോക്കിക്കേ, ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 0 to A എന്നുള്ള എക്സിൻ്റെ കോർഡിനേറ്റ് മിസ് എടുത്തു, 0 to B എന്നുള്ള വൈയുടെ കോർഡിനേറ്റ് എടുത്തു. കാരണം എക്സിലും വൈയിലും ഇത് ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അല്ലേ. അത് രണ്ട് പേർക്കും ഈക്വലായിട്ടൊരു സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചേ, ഒരു ബോക്സ് രണ്ട് കുട്ടികളുടെ കയ്യിൽ മിസ് ഒരു ബോക്സ് സൂക്ഷിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോക്സിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ രണ്ട് കുട്ടികളും അതിനെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ആ രണ്ട് കുട്ടികളും അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യണം അല്ലേ. എന്തെങ്കിലും വ്യത്യാസം അതിനകത്ത് വന്നാൽ രണ്ട് കുട്ടികളും മിസ്സിനോട് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ XY പ്ലെയിനിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്ന ഈ റെക്റ്റാങ്കുലർ പ്ലെയിനിൽ എന്തെങ്കിലും ചേഞ്ച് വന്ന് ഇവർ രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യണം. ഇവർ രണ്ടും പറയേണ്ടി വരും, എന്നിൽ ഇത്ര മാറ്റം വന്നു, എന്നിൽ ഇത്ര മാറ്റം വന്നു. മനസ്സിലായോ? ആ സെയിം കാര്യമാണ് രണ്ട് പ്ലെയിനിൽ ലൈ ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഏത് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എക്സ് എന്ന് പറയുന്ന ആ ആക്സിസിലുള്ള അതിൻ്റെ ചേഞ്ചും വൈ എന്ന് പറയുന്ന അതിൻ്റെ ആക്സിസിലുള്ള ചേഞ്ചും ഒരുപോലെ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ എക്സിൽ മാത്രം കണ്ടുപിടിച്ചാൽ നമ്മൾ XY പ്ലെയിനിലിരിക്കുന്ന ആ വസ്തുവിനെ കുറിച്ച് ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളായിട്ട് ഇത്രയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇത് നമ്മൾ ഏതായാലും, അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് രണ്ടും കണ്ടുപിടിക്കുന്നതിനുള്ള ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ ഇത് രണ്ടും എടുത്തു. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? സിഗ്മയുടെ വാല്യൂ, ഓക്കെ, സിഗ്മയുടെ വാല്യൂ ആണ് മിസ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് സിഗ്മയുടെ വാല്യൂ മിസ് കൊടുത്തേക്കുന്നത്. വേറൊരു കളർ എടുക്കാം അല്ലേ. ഓക്കെ, സിഗ്മയുടെ വാല്യൂ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇതിനെ മിസ് പുറത്തെടുത്തു പിന്നത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ നോക്കിക്കേടാ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കിയേ. ഓക്കെ, ഇത് നോക്ക്, ഇതിനെ അങ്ങ് മാറ്റ്, 0A. ഓക്കെ, അപ്പം നോക്ക്, y², ഇത് ഇവിടോട്ട് മിസ് എഴുതി കാണിക്കാവേ. ഏതായാലും ഞാൻ ഇവിടോട്ട് എഴുതാം. അതായത് m/AB എന്നുള്ള സിഗ്മേനെ മിസ് വെളിയിലെടുത്തു. 0 to A, 0 to B,
വൈ സ്ക്വയർ എന്താണ്? ഓക്കെ, വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? എക്സിൻ്റെ ടേം ഇതിൻ്റെ അകത്തുണ്ടോ? എക്സിൻ്റെ ടേം ഇതിൻ്റെ അകത്തില്ല. അപ്പം m/ab 0 to a dx. അപ്പോൾ ഡി എക്സിൻ്റെ കൂടെ ആരുമില്ല, അപ്പോൾ ഡി എക്സിനെ തന്നെ എഴുതി. ഇനി 0 to b എന്ന് വെച്ചാൽ വൈയുടെ ആളാണ്, അതിനെ സെപ്പറേറ്റ് എഴുതി. ഡി വൈയുടെ കൂടെ വരാൻ വൈയുടെ ടേം ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എൻ്റെ മക്കൾ ഇതിങ്ങനെ തന്നെ ഇട്ടോ, m/ab. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ ടേം ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ? ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താ? എക്സ് അല്ലേ? അതറിയത്തില്ലെങ്കിൽ പഠിക്കണം കേട്ടോ. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. 0 to a ലിമിറ്റും കൊടുക്കണം. ഇനി നോക്കിയേ, വൈ സ്ക്വയർ നേരത്തെ നമ്മൾ പറഞ്ഞു y റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ y റേസ് ടു n+1/n+1 ആണ്. സെയിം y³ 3 ലിമിറ്റ് 0 തൊട്ട് b വരെ, 0 തൊട്ട് b വരെ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? m/ab എക്സിൻ്റെ ലിമിറ്റ് 0 തൊട്ട് a വരെ, y²/2 ഇതിൻ്റെ ലിമിറ്റ് 0 തൊട്ട് b വരെ. ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതിവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് വെച്ചാൽ x - 0 അല്ല a - 0, എക്സിന് വരെ a ഇട്ട് കൊടുത്തു. ഇൻറ്റു അപ്പർ ലിമിറ്റ് y², yക്ക് പകരം b²/2 മൈനസ് ലോവർ ലിമിറ്റ് bക്ക് പകരം 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ a ഇൻറ്റു b² - 2 അല്ലേ? a ഇൻറ്റു b²/2. അയ്യോ, b² അല്ല, y² ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ ക്യൂബ് വരും കേട്ടോ. ക്യൂബ്. ഓക്കെ, നോക്കിക്കേ, കൺഫ്യൂഷൻ ആവല്ലേ. നോക്കിക്കേ മക്കളെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ, വളരെ സിമ്പിളാണ്. m/ab ഇൻറ്റു a ഇൻറ്റു b³ 3 എന്ന് കിട്ടി. അപ്പോൾ m/ab എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ സിഗ്മ എഴുതി, a എഴുതി, b³ എഴുതി. എന്നിട്ട് ഇതിന് ക്യാൻസൽ ആക്കാൻ പറ്റുന്ന എന്തൊക്കെയാണ്? എയും എയും പോകും, ഒരു ബിയും മേളത്തെ ഒരു ബിയും പോയി കഴിയുമ്പോൾ b² ആകും. ഈ സെയിം വേ തന്നെയാണ് നമ്മൾ i/y/യുടെ ചെയ്തേക്കുന്നത്. i/y/യുടെ നോക്കൂ, i/y/y എന്ന് വെച്ചാൽ x² + y² ആണ്. അല്ല, i/y/y എന്ന് വെച്ചാൽ x² + z² ആണ്. z ഏതായാലും 0 ആണ്, കാരണം ഇസഡിലല്ല നമ്മൾ ലൈ ചെയ്തേക്കുന്നത്, XY പ്ലെയിനിലാണ്. എന്നാലും നമ്മൾ എന്താണ് എക്സും വൈയും കോർഡിനേറ്റ് എടുത്ത് ചെയ്യണം. ഇനി ഇവിടെ ചെയ്തേക്കുന്ന ഒരു ഡൗട്ട് തോന്നല്ലേ ഇതെന്താ ചെയ്യേണ്ടേ? m/ab വെളിയിലെടുത്തു. ഇനി നമ്മൾ നോക്കണം 0 to a ഡി എക്സിനെ അങ്ങ് ആദ്യം എഴുതണം. എന്നിട്ട് നോക്കണം എക്സിൻ്റെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ കൂടെ എഴുതാൻ പറ്റും. ഇനി അടുത്തത് 0 to b എടുക്കണം. അപ്പോൾ 0 to b എന്ന് വെച്ചാൽ ഡി വൈനെ ആദ്യം എഴുതണം. വൈയുടെ ടേം എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ഡി വൈ എന്ന് തന്നെ മതി. 0 ഒന്നും എഴുതി പോകരുത് കേട്ടോ, ഡി വൈ എന്ന് തന്നെ മതി. അപ്പോൾ ഡി വൈയുടെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ y ആണ്. അങ്ങനെ ഇത് ചെയ്തേക്കുന്നത്, ഡി വൈയുടെ ഇൻ്റഗ്രൽ y ആണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇപ്പോൾ ഇങ്ങനെ കിടക്കുമല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ y² എന്ന് കിടക്കുമല്ലായിരുന്നോ? ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് 0 to a y² എന്നും 0 to b dx എന്നും അങ്ങ് എഴുതും. അത് തെറ്റാണ്. ഏതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് എവിടെ കിടന്നാലും ഏതിൻ്റെ കോർഡിനേറ്റ്സ് ആണെന്ന് നോക്കണം. 0 to a എന്ന് പറയുന്നത് എക്സിൻ്റെ കോർഡിനേറ്റ്, അപ്പോൾ എക്സിൻ്റെ ടേംസിനെയാണ് അത് ചെയ്യേണ്ടത്. 0 to b എന്ന് വെച്ചാൽ വൈയുടെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് കിട്ടും. ഇനി z ചെയ്യുമ്പോഴും എക്സും വൈയും നമുക്ക് x² + y² ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതുമെന്ന് നോക്കിയാൽ, സിഗ്മേനെ വെളിയിലെടുത്തു. 0 to a എന്ന് പറയുന്നത് x² dx ആണ്, 0 to b എന്ന് പറയുന്നത് y² dy ആണ്. അങ്ങനെ ചെയ്യണം അല്ലേ? അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇത് കിട്ടും. അപ്പം ഒന്നും കൂടെ ഞാൻ ഇവിടെ നിന്നൊന്ന് കാണിക്കാവേ, ഒന്ന് നോക്കി പൊക്കോ. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോട്ടോ. ആദ്യത്തെ സെക്ഷൻ, ഇത് രണ്ടാമത്തെ സെക്ഷൻ, ഇത് മൂന്നാമത്തെ സെക്ഷൻ. z കണ്ടുപിടിച്ചു. ഇനിയും നമുക്ക് അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ixyയും iyzഉം കണ്ടുപിടിക്കണം അല്ലേ, കോർഡിനേറ്റ്സിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഡയഗണൽ ചെയ്തു, ബാക്കി നമ്മൾ ixyയും iyzഉം കണ്ടുപിടിക്കണം. അത് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് ഇക്വേഷൻ എന്ന് പറയുന്നത് -xy ഇൻ്റഗ്രൽ -xy എന്നാണ്. നോക്കിക്കേ, എവിടെ നമ്മുടെ ഇക്വേഷൻസ് എവിടെ? ഇപ്പോൾ ഇക്വേഷൻസ് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസാണ് മിസ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ixy = iyz എന്ന് കാണിക്കുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഏതായാലും ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ല.
അത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇസഡ് ഇതിൽ വന്നിട്ടുണ്ട്. ഇസഡ് 0 ആണ്. വൈ ഇസഡ് എന്ന് വെച്ചാൽ വൈ ഇൻറ്റു ഇസഡ് 0 ആകുമ്പോൾ 0 എന്ന് വെച്ചാൽ അതിൻ്റെ 0 അല്ലേ. അപ്പോൾ ഇസഡ് വന്നിരിക്കുന്ന ടേം ഒന്നും എടുക്കണ്ട, ആകെ ഏതായാലും ഭാഗ്യത്തിന് ഇത് രണ്ടും എടുത്താൽ മതി. മൈനസ്, അതാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ. ഓക്കെ 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 സോ ലുക്ക് ഇത് അപ്പോൾ ഇതൊരു മൈനസ് ടേം കൂടി ഇട്ടു. എക്സ് വൈ ഡി എമ്മിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സും വൈയും ആണ്. എക്സിൻ്റെ ടേമിനെ വെളിയിലെടുക്കുക, വൈയുടെ ടേം വെളിയിലെടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഐ എക്സ് വൈയും കിട്ടും. അപ്പോൾ ഐ എക്സ് എക്സ് ഐ എക്സ് വൈ നെഗറ്റീവ് 0 എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ ബാക്കി ടേംസ് 0 ആയി പോകാൻ കാര്യം എന്താ, ഇസഡിൻ്റെ ടേംസ് വരുന്നിടത്ത് അത് 0 ആയി പോകുന്നതാണ് കേട്ടോ. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മിസ് പറയട്ടെ. എക്സ് പ്ലസ് വൈ എന്നാണെങ്കിൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? നമ്മൾ ഇത്രയും നേരം എക്സ് വൈ അപ്പം അത് സെപ്പറേറ്റ് ടേംസ് ആയിട്ട് എടുക്കാം. പക്ഷേ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്നൊക്കെ പറയുന്ന സിംഗിൾ ടേമാണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് അല്ലേ, നമുക്കറിയണം എങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ എന്താ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത്, ഡബിൾ ഇൻ്റഗ്രേഷൻ ഒറ്റ ടേമിനെ എങ്ങനെ മാറ്റും എന്നുള്ളത് നോക്കണം. സിമ്പിളാണ്. എക്സ് പ്ലസ് വൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഒരിടത്തേ ഉള്ളൂ, വൈ അടുത്ത് കിടക്കുന്ന വൈ. അപ്പോൾ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? അങ്ങനെ ഒരു ഡബിൾ ഇൻ്റഗ്രേഷൻ ഒറ്റ ടേം, ഇപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇൻറ്റു ചെയ്തുകൊണ്ടല്ലേ നമുക്കതിനെ വെളിയിലെടുത്ത് ഓരോരുത്തർ ആൾക്കാരുടെ ഇടയിലേക്ക് അതിനെ കൊടുക്കാൻ പറ്റിയത്. എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ ഒറ്റ ടേമിനെ നമുക്കങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം 0 to a എക്സ് പ്ലസ് വൈ ഡി എക്സ് എന്നും ചെയ്യണം, 0 to b എക്സ് പ്ലസ് വൈ ഡി വൈ എന്നും ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടേം, അപ്പോൾ ഇത് x²/2 വൈയുടെ ടേം. അപ്പോൾ ഇവിടെ ശരിക്കും വൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ വൈയുടെ ടേമിൽ ഇതിൻ്റെ കൂടെ എക്സ് വന്നിട്ടില്ല. അപ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തിട്ട് എക്സ് ഇടണം. ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് ആണ്. അപ്പോൾ അതൊന്നും അറിയത്തില്ലെങ്കിൽ ബേസിക് ഇൻ്റഗ്രേഷൻ ഒന്ന് നോക്കി നമ്മളൊന്ന് പഠിക്കാം കേട്ടോ. അറിയാമെങ്കിൽ ഗുഡ്, അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈമൊക്കെ നമുക്ക് അതൊക്കെ ചെയ്തൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അഡീഷനോ മൈനസോ അങ്ങനെയുള്ളൊരു ടേം വന്നാലും നമുക്കൊന്ന് അറിയണമല്ലോ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞുവല്ലോ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് മിസ്സ് പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത, CSIR പോലെ അത്ര കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരവ് ചാൻസ് വളരെ കുറവാണ്. കാരണം BSc-കാരും കൂടെ അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് ആ ലെവലിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതും ലെവൽ വളരെ കുറവാണെന്നല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എനിവേ, ഇത് 2 ടോപ്പിക്കും 2 CSIR-നും ഗേറ്റിനും ഉള്ളതാണ്. അപ്പോൾ പഠിക്കുവാണെങ്കിൽ അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.